Hello everyone, welcome back to American vlogs. ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡിലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ ഗാർഡൻ, ഞാൻ നട്ട് വളർത്തിയ എൻ്റെ പൂക്കളും എൻ്റെ വെജിറ്റബിൾസും ഒക്കെ കാണിച്ചു തരാമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഗാർഡനിങ് ചെയ്യുന്നത്, അതുപോലെ വെജിറ്റബിൾ ഗാർഡൻ ചെയ്യുന്നത്. ഒരുവിധം എല്ലാം സക്സസ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന്, കാണിച്ചു തരാമെന്ന്. അപ്പം ഞാനതൊക്കെ കാണിച്ചു തരാം കേട്ടോ. വെജിറ്റബിൾ ഗാർഡനും പിന്നെ എൻ്റെ പൂക്കളൊക്കെ കാണിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക്, എൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡ്. ഒരു സ്വിങ് ഒക്കെ ഉണ്ട്, പിന്നെ ബാക്കിലിരിക്കാനുള്ള കൗച്ച്. പിന്നെ ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ സീഡിൽ നിന്ന് നട്ടുണ്ടാക്കിയതാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. എത്ര വലിയ പോകാന്നൊക്കെ നല്ല ഭംഗിയുണ്ടോ? ഉണ്ടോ? ഇത് ചെറിയ ടൈപ്പ് സീനിയ കണ്ടോ? ഇത് വലിയ ടൈപ്പ് സീനിയ. ഈ ചെടി ഇത് ഇപ്പുറത്ത് കാണുന്നത് വലിയ ടൈപ്പ് സീനിയ, ഇത് ചെറിയ ടൈപ്പ് സീനിയ. പിന്നെ എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ കാണിക്കുക. ഇതാണ് എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ. കണ്ടോ? സമ്മർ വെജിറ്റബിൾ ഗാർഡൻ. എൻ്റെ തക്കാളി, ക്യാപ്സിക്കം, കണ്ടോ? കുറേ ചുട്ടുമല്ലി മണത്ത് കഴിയുമ്പോൾ ഓണം ഓർമ്മ വരും, ഓണം നൊസ്റ്റാൾജിയ വരും. പച്ചമുളക്, തക്കാളി, പൊട്ടറ്റോ, ചെറിയ ടൊമാറ്റോ, മിൻറ്റ്, ബേസിൽ, ഇതൊക്കെയാണ് നമുക്ക് എരിവുള്ള മുളക്, ഇതൊക്കെയാണ് നമുക്കിവിടെ ഈ ഗാർഡനിലുള്ളത്. പിന്നെ ഓറഞ്ച് ചെട്ടുമല്ലി, അതൊക്കെയാണ് നമ്മൾ ഇവിടെ
ഗാർഡനിൽ വളർത്തിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് അവിടെ നിന്ന് പുല്ല് പറിക്കുന്നുണ്ട്. ഹായ് ഹായ് പറഞ്ഞേ. പിന്നെ അതുപോലെ ഞങ്ങളിവിടെ ഒരു റേസ്ഡ് ബെഡ് പോലെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ചെടികൾ, മുളക്, അതുപോലെ തക്കാളി, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ചെട്ടുമല്ലിയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും എൻ്റെ കുറേ വിത്തിട്ട് മുളപ്പിച്ചാന്ന് പറഞ്ഞല്ലോ സീനിയേഴ്സ്. അപ്പോൾ ഞാനതിൽ കുറച്ച് തൈകൾ ബാക്കി വന്നപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ നട്ട് കൊടുത്തു. അപ്പോൾ അതിലിങ്ങനെ ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെട്ടുമല്ലിക ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓണമൊക്കെ ആകുമ്പോൾ കുറച്ച് ചെട്ടുമല്ലിയൊക്കെ എടുത്ത് പൂക്കളൊക്കെ ഇടാം. ഉണ്ട് മുളക് നിൽക്കുന്നുണ്ട്, പച്ചമുളക്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാം, ഒരു ആർച്ചൊക്കെ കാണാം. അത് ഞാനവിടെ ഒരു ചെറിയ ടൊമാറ്റോസ് ഉണ്ട്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തക്കാളി, ഇങ്ങനെ സാലഡിൽ വെറുതെ കഴിക്കാനൊക്കെ പറ്റിയ അത് ഇങ്ങനെ കയറ്റി വിടാം നമുക്ക് അതിൻ്റെ മുകളിലേക്ക്. ക്ലൈംബിങ് ചെയ്തോളും, അത് ക്ലൈംബ് ചെയ്ത് പൊക്കോളും. അതുപോലെ നമുക്കിവിടെ ഓറഞ്ച് കളറുള്ള ചെട്ടുമല്ലി കാണാം. അതുപോലെ ഇതൊരു പച്ചമുളക് തൈ, എരിവുള്ള പച്ചമുളകാണ് നമ്മൾ നടുന്നത്. അതിൻ്റെ അടിയിൽ ഞാനൊരു മിൻറ്റ് ഉണ്ട്. ഇതും മിൻറ്റ് തന്നെ, ഇതും മിൻറ്റ്. ഇത് വിത്തിട്ട് മുളപ്പിച്ചാണ്, അതുകൊണ്ട് അത് മുളച്ച് ഇങ്ങനെ വരുന്നുള്ളൂ. ഇത് ഒരു പച്ചമുളകിൻ്റെ തൈയാണ്. പിന്നെ ഇത് ക്യാപ്സിക്കം കണ്ടോ ഉണ്ടായി തുടങ്ങിയത്. ഇത് ചെറിയതാണ്. വേറൊരു പ്ലാന്റുമ്പോൾ വലിയ ക്യാപ്സിക്കായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ തക്കാളി ഇഷ്ടം മാതിരി ഉണ്ടായിട്ടുണ്ട്. പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി കണ്ടോ. പഴുത്ത് തക്കാളി തുടങ്ങി കണ്ടോ, റെഡ് ഓറഞ്ചിഷ് ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. തക്കാളി കൊല കുത്തി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തക്കാളിയുടെ വളർച്ച എന്നെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അത്രമാത്രം തക്കാളി ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇത് തക്കാളി, അതിൽ വീണ്ടും ഒരു ചെട്ടുമല്ലി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെട്ടുമല്ലി വെച്ചിരിക്കുന്നത് കാണാം. ചെട്ടുമല്ലി ഒരു നാച്ചുറൽ പെസ്റ്റ് കൺട്രോളാണ്. അപ്പോൾ നമുക്ക് ഈ പൊട്ടപ്രാണികളൊക്കെ വരുന്നത് ചെട്ടുമല്ലി ഉണ്ടെങ്കിൽ കുറയുമെന്ന്. ഇത് കണ്ടോ, വലിയൊരു ക്യാപ്സിക്കം കണ്ടോ, പൊട്ടിക്കാറായി കണ്ടോ. ഇത്ര ഉണ്ട് സുബിക്. കുഞ്ഞു കുഞ്ഞി ക്യാപ്സിക്കം നിങ്ങൾക്ക് കാണാം, കുഞ്ഞികൾ മുളച്ച് വരുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. എൻ്റെ വേറെ തക്കാളി ചെടി ഇവിടെ നിറയെ തക്കാളി ഉണ്ട്. ഫുൾ ഓഫ് തക്കാളീസ്. ഇതുമാതിരി തക്കാളി ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതുമാതിരി തക്കാളി ഉണ്ടായി നിൽക്കണത് കണ്ടത്. മോമോൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മാത്രം തക്കാളി ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത്. ഇത് കുറേ തക്കാളി കണ്ടോ. ഇത് ഒരു തണ്ടുമെന്നാണ് ഇത്ര തക്കാളി. 10 തക്കാളി ഉണ്ട് കേട്ടോ അതിൽ കണ്ടോ. 5 ഇത് 10 തക്കാളി ഒരു തണ്ടുമെന്ന് കണ്ടോ. ഇത് അതിൻ്റെ അടിയിൽ ഇത് ബേസിലാണ്. അപ്പം ഞാനിങ്ങനെ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ പെസ്തോ ഉണ്ടാക്കും. അപ്പോൾ അത് നമുക്കതിൽ യൂസ് ചെയ്യാം. നല്ല മണത്തോടുമ്പോൾ തന്നെ നല്ല മണം ഇങ്ങനെ വരുന്നുണ്ട് ബേസിൽ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കണ്ടോ. തക്കാളി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല ഓറഞ്ചിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് പറിച്ച് തുടങ്ങാറായി. ഇതൊക്കെ ഞാനൊരു മെയ് ആയപ്പോൾ പുറത്തേക്ക്, ഇതൊക്കെ മെയ്യിലൊക്കെയാണ് ഇത് ചട്ടിയിലേക്ക് നട്ടത്. ഇതൊക്കെ ഞാൻ സീഡിൽ നിന്ന്, ഇതൊക്കെ ഈ തക്കാളി ഞാൻ വീട്ടിൽ മേടിച്ച തക്കാളിയിൽ നിന്ന്, കടയിൽ നിന്ന് വീട്ടിൽ കറി വയ്ക്കാൻ മേടിച്ച തക്കാളിയിൽ നിന്ന് കുരുവെടുത്ത് നട്ടതാണ് കണ്ടോ. അത്ര നന്നായിട്ട് വന്നു അത്. പിന്നെ ഇത് വീണ്ടും പച്ചമുളകാണ്. ഇത് പൊട്ടാറ്റോ,
ഇത് നമ്മളെ വീട്ടിൽ കറി വെക്കാൻ മേടിച്ച പൊട്ടറ്റോ ഈ വീട്ടിലിത് മുളച്ചപ്പോൾ ഞാൻ എന്നാൽ അഖിൽ ചേട്ടൻ പറഞ്ഞു എന്നോട്, എൻ്റെ ഹസ്ബൻഡ് അഖിൽ ചേട്ടൻ പറഞ്ഞു എന്നോട് ഇതൊന്ന് നട്ടു നോക്കുക എന്താ ഉണ്ടാവുമെന്ന് അറിയാമെന്ന്. അപ്പം ഞങ്ങൾ നട്ടു നോക്കി. ഇപ്പം ഇത്ര വലിയ ചെടിയായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് പറിച്ച് നോക്കാം എന്ന്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇതാണ് നമ്മുടെ പൊട്ടറ്റോ ചെടി. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ പറിച്ച് നോക്കാറായി എന്നാണ് വിശ്വാസം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടറ്റോ ചെടി. അപ്പം ഞാനതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ പൊട്ടറ്റോ? ഒരു പൊട്ടറ്റോ ഞാൻ കണ്ടു. നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടാ? ഓക്കെ, ഇത് പറിക്കാൻ പോവാ. ഇതിൻ്റെ അടിയിലുണ്ട്, വിട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ, കുഞ്ഞു പൊട്ടറ്റോ നിൽക്കട്ടോ. ഓക്കെ, പൊട്ടറ്റോ 1. ഒന്നില്ലേ? അതെ, പൊട്ടറ്റോ 2. Potato 3. Potato 4. കഴിഞ്ഞ ഗായ്സ് പൊട്ടറ്റോ വെച്ച പൊട്ടറ്റോ പോലെ കാണാനില്ലല്ലോ. പൊട്ടറ്റോ മാത്രം ഞാൻ വിചാരിച്ച പോലെ ഉണ്ടായില്ല, ബാക്കിയൊക്കെ നന്നായിട്ടുണ്ടായി. പൊട്ടറ്റോ ഞാൻ ഒരു പൊട്ടറ്റോ മുളച്ചത് വെച്ചതാണ്. വലിയ ചെടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ബട്ട് 4 പൊട്ടറ്റോ കിട്ടിയുള്ളൂ. നട്ടതുപോലും കാണാനില്ലല്ലോ. കണ്ട പൊട്ടറ്റോ ഭയങ്കര മോശമായി. ഇപ്പം പിന്നെ ഇത് വീണ്ടും ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെടി. ഇതിൽ ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ട്. ഇത് വീണ്ടും കുറേ ബേസിൽ, അവിടെ ഇഷ്ടംമാതിരി ബേസിലുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ആർച്ച്. ഈ ആർച്ചിൽ നമ്മൾ ചെറിയ ടൊമാറ്റോസാണ് കയറ്റുന്നത്. ഇത് മുഴുവൻ ചെറിയ ടൊമാറ്റോ പ്ലാന്റ് ആട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് ചെറിയ ടൊമാറ്റോ. കണ്ടോ, മുന്തിരി പോലെ നിൽക്കുന്നുണ്ടോ? മുന്തിരി പോലെ കണ്ടോ, അതുപോലെ കുറേ ഉണ്ട് കേട്ടോ. നമുക്കിതിപ്പോൾ പച്ചയായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് അധികം കാണില്ല. പിന്നെ വലുതായി വരുന്നതേ ഉള്ളൂ, പക്ഷെ ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട്. ഞാനിതൊക്കെ പഴുക്കുമ്പോൾ ഞാൻ ഹാർവെസ്റ്റ് ചെയ്യണ ഒരു വീഡിയോ ഇടാം കേട്ടോ. ഹാർവെസ്റ്റിംഗ് വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും സെയിം ഞാൻ ചെറിയ ടൊമാറ്റോസ് ഈ ആർച്ചുമ്മ കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
പച്ചമുളക, ഇത് എരിവുള്ള നമ്മുടെ പച്ചമുളകാണ്. അവിടെ പച്ചമുളക് ഉണ്ടായി നിൽക്കണം, കാണിച്ചിടാം. അവിടെ പച്ചമുളക്, വീണ്ടും പച്ചമുളക്. എവിടെ പോയി? ഫോക്കസ് കണ്ടോ? പച്ചമുളക് കണ്ടോ? പച്ച കിണാറാൻ വേണ്ടി ഇലയുടെ ഇടയിൽ പച്ചമുളക് പെട്ടെന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ ഉണ്ട് പച്ചമുളക് കേട്ടോ, കണ്ടോ? പച്ചമുളക്, വീണ്ടും പച്ചമുളക് കണ്ടോ? പച്ചമുളക് നിറച്ചുണ്ട്, പെട്ടെന്ന് കാണില്ല. പച്ചമുളക്. ഇത് വീണ്ടും ഒരു തക്കാളി ചെടി. തക്കാളി കണ്ടോ? തക്കാളി നന്നായിട്ടുണ്ടായിട്ടുണ്ട് തക്കാളി. പിന്നെ കുറേ ക്യാപ്സിക്കം. ഇതൊക്കെ വലുതായി വരുന്നുള്ളൂ കേട്ടോ, ക്യാപ്സിക്കംസ്. ഓക്കെ, ഇതാണ് എൻ്റെ എൻ്റെ ഫസ്റ്റ് ടൈം വെജിറ്റബിൾ ഗാർഡനിങ്. അപ്പോൾ ഇത് ഇനി കുറേ ഉണ്ടാവാനുണ്ട്. ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ പഴുത്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ വേറെ ഇടാം, ഹാർവെസ്റ്റിംഗ് വീഡിയോ ആയിട്ട്.